ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി കാണാം. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു ബീട്രൂട്ട് എടുത്ത് നല്ലതുപോലെ ചീകി എടുത്തിട്ട് ഫ്രൈ പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കുക. വേവിക്കാൻ വെക്കുമ്പോൾ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റോളമൊക്കെ വേവിച്ചാൽ മതി. ചെറിയ തീയിലായിരിക്കണം. ഇനി ഈ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ കൂട്ട് എടുക്കാം. ഇവിടെ ഒരു 6-7 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തേങ്ങ ഒരു 1/2 കപ്പിൻ്റെ താഴെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കടുക് ഒരു 1/2 ടീസ്പൂണും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ അരച്ചെടുക്കണം. ഇവിടെ ഇപ്പം ബീട്രൂട്ടൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ മിക്സിയിലോട്ട് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതുകൂടി ഒന്ന് ഒഴിക്കുക. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുമാത്രമല്ല, തേങ്ങയുടെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട തൈര് മിക്സിയിലൊന്ന് നല്ലതുപോലെ അടിച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 1 കപ്പോളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഉപ്പും പാകമാക്കി എടുക്കുക. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത്. നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞ പോലെ ആയിപ്പോവും. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷവും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഏകദേശം 1 മിനിറ്റോളം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇവിടെ ഒരു കുഞ്ഞി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതുകൂടി മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടോടുകൂടി തന്നെ ആ ബീട്രൂട്ട് പച്ചടിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ബീട്രൂട്ട് എന്ന് പറയുന്ന ഒരു പച്ചക്കറി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയല്ല. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.